ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് അഡ്ജസ്റ്റ്മെന്റ് ലെയർ എന്നുള്ളതാണ്. അഡ്ജസ്റ്റ്മെന്റ് ലെയർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ലെയറിൽ പോവാം, ന്യൂല് വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പുതുതായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ലെയർ വന്നിട്ടുണ്ട്. എന്താണ് അഡ്ജസ്റ്റ്മെന്റ് ലെയർ എന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് അതിൽ എന്ത് എഫക്റ്റ് കൊടുത്താലും, എന്ത് കളർ കറക്ഷൻ കൊടുത്താലും, ഇനി വേറെ എന്തെങ്കിലും നമ്മൾ മറ്റുള്ള എന്തെങ്കിലും എഫക്ട്സോ കാര്യങ്ങളോ എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ലെയർ വന്നിട്ടുണ്ടല്ലോ, അതിന് താഴേക്കുള്ള എല്ലാ ലെയറിനും അത് ബാധകമാണ്. അതായത് ഇതിലിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കളർ കറക്ഷൻ വരുത്തി കഴിഞ്ഞാൽ താഴെയുള്ള എല്ലാ ലെയറിലും ആ ഒരു കറക്ഷൻ വരും. ഇത് നമുക്ക് എവിടെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് എഫക്ട്സ് കാര്യങ്ങൾ ആനിമേഷൻ ഇതൊക്കെ ചെയ്ത് ഒരുപാട് പേജസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് അത്രയും ലെയറുകൾ ഉണ്ടാവും, ഒരുപാട് ലെയറുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 3-4 ലെയേഴ്സിനെ അറ്റ് എ ടൈം നമുക്ക് ഒരുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ലെയർ കൊണ്ടുവരാം. അതിനെ എവിടെ മുതലാണോ നമുക്ക് വേണ്ടത് അവിടെ കൊണ്ടിടുക, അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഈ ഒന്നാമത്തേതിന് ആ ഒരു കറക്ഷൻ വേണ്ട, രണ്ടാമത്തേത് മുതൽ മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ്മെന്റ് ലെയറിനെ പിടിച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടിട്ടാൽ അത് ഈ ഒരു എവിടെയാണോ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ലെയർ വെച്ചിട്ടുള്ളത് അതിന് താഴേക്കുള്ള എല്ലാ ലെയറിനും അതിൻ്റെ എഡിറ്റിങ്, അതിൻ്റെ ആ ഒരു മാറ്റം ബാധകമാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഞാൻ ചെറിയ 1-2 കറക്ഷൻസ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, അഡ്ജസ്റ്റ്മെന്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് ഈ എഫക്ട്സിൽ പോവാണ്. എഫക്ട്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എഫക്റ്റുകൾ കാണാൻ പറ്റും കേട്ടോ. ഇതിലിപ്പോൾ നിലവിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കളർ കറക്ഷനോ അങ്ങനെ ഏതെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കളർ കറക്ഷൻ എടുക്കുകയാണ്. കളർ കറക്ഷനിൽ നമുക്ക് ഇഷ്ടം പോലെ ഒരുപാട് കളർ കറക്ഷൻസ് വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളുടെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് തരത്തിൽ വരുന്നുണ്ട്. ഇതിലൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ഉള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഞാനിപ്പോൾ നിലവിൽ ഹ്യൂ സാച്ചുറേഷൻ എടുക്കുകയാണ്. ഓക്കെ, ഹ്യൂ സാച്ചുറേഷൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കളറൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് അങ്ങനെയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാറ്റം നമുക്ക് ഇതിൽ വരുന്നത് നമുക്ക് കാണാനും പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, 1-2 ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് വരുത്തി നോക്കാം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ആ ഒരു ചേഞ്ച് ഇവിടെ വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം, അതായത് ഇപ്പം ഈ എനോക്സ് എന്ന് പറയുന്ന ഇതാണ് കേട്ടോ ഈ ഒരു ലെയറിൻ്റെ താഴെയായിട്ടുള്ളത്. അപ്പോൾ ആ താഴെയായിട്ടുള്ളതിന് എല്ലാത്തിനും ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിനെ മുകളിൽ കൊണ്ടുപോയിടുകയാണെന്ന് വിചാരിച്ചോളൂ. മുകളിലിട്ടു. ഇനി നമ്മൾ നോക്കുമ്പം ഈ താഴെയുള്ള 2 ലെയറിനും ആ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ വന്ന മാറ്റം ബാധകമായിരിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ 2ലും ആ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ 2ലും ആ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് തരത്തിലുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കളർ കറക്ഷൻ മാത്രമല്ല കേട്ടോ, നമുക്കിപ്പം വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കളർ കറക്ഷൻ മാത്രമല്ല, ഇപ്പോൾ വേറെ ഏതെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഏത് എഫക്റ്റ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ലെയറിൽ പോയിട്ട് എഫക്റ്റിൽ വന്നിട്ട് നമുക്കിപ്പം ഇതിൻ്റെ ടൈം, ടെക്സ്റ്റ്, സ്റ്റൈലീസ് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആയാലും നമുക്ക് മാറ്റങ്ങൾ ഇതിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഒരുപാട് വലിയ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടൂളാണ്, ഒരു ലെയറാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.